ഹലോ ഗൈസ്, അപ്പം നമുക്കിന്ന് കുറച്ച് പല പല തിളങ്ങണ കുറച്ച് ചാളമീനും അയിലമീനൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കറി ഉണ്ടാക്കാം. അതിന് മുന്നേ ഇത് നമുക്ക് കുറച്ച് നമ്മുടെ മണീനൊക്കെ കൊടുക്കണ്ടേ. മണിയെ 2 എണ്ണം ഇതിന് അടിച്ച് മാറ്റി കഴിച്ചിട്ടാണ് പോയത്. ഇപ്പം മണീനെ കാണാനില്ല. ഇനി ഇതമ്മ നന്നാക്കാൻ പോവാണ്. അപ്പോൾ മണീൻ്റെ ബാക്കി ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇന്ന് ക്ഷണിക്കാത്ത ഒരു വേറെയും വന്നിട്ടുണ്ട്. നമുക്കപ്പോൾ വീഡിയോ ഉണ്ടാക്കിയാലോ. ഇപ്പം കിട്ടുന്ന വെച്ചിട്ട് അവിടെ ഒരാൾ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന് കൊടുക്കാൻ പറ്റണം. നമ്മുടെ വീരൻ വന്നു ഗൈസ്. മണിയ ഒന്ന് തിന്നത്തെ പാവം കൊണ്ടുപോയി തിന്നിട്ട് അവന്താ വീണ്ടും വന്നിരിക്കുകയാണ്. അതിപ്പോൾ ഇനി 2 ദിവസം കഴിയുമ്പോൾ ചെയ്യേണ്ടാവും. അതിന് അതിൻ്റെ കാര്യമൊക്കെ എത്ര ഉള്ളൂ. എന്നാലും വിട്ടു കൊടുക്കില്ല എന്നും പറഞ്ഞിട്ട് കൊടുത്തടുത്ത് മീൻ തിന്നോട്ടിരിക്കുക. തിന്നണ സ്പീഡ് നോക്ക്. അതേ പതുക്കെ തിന്നാത്തോണ്ടാണ് ഛർദി വരുന്നത്. അറ്റം പോയാ അവനൊരാൾ അവിടെ അടിയിലിരിക്കുന്നുണ്ട്, നമുക്ക് കാണാൻ പറ്റില്ല. 3 ആളാണ് നമ്മുടെ വീട്ടിലുള്ള ആൾക്കാർ. ഇതിനിടയിൽ അമ്മ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ, മണി ഇനി ആക്രാന്തം കാണിച്ച് മീൻ കഴിച്ചിട്ട് ഇനി 2 ദിവസത്തേക്ക് അവന് ഛർദിയും വയ്യാണ്ടിരിക്കലായിരിക്കുന്നത്. അവനിങ്ങനെയാണ് കേട്ടോ. ഫിഷ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്രാന്തം പിടിച്ച് 2 കഷ്ണമൊക്കെ കഴിക്കും. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വയ്യായാണ്. നമ്മുടെ വീട്ടിൽ അങ്ങനെ മീൻ മേടിക്കലൊന്നുമില്ല. ഇനി അതുകൊണ്ട് വല്ലപ്പോഴും മേടിക്കുമ്പോൾ ആക്രാന്താണോ എന്നറിയില്ല. അവനത് കുത്തി കയറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ 2 ദിവസത്തേക്ക് അവന് വയ്യായാണ്. ഇതിനിടയിൽ ഷെയർ അടിക്കാനായിട്ട് എവിടുന്ന് ഓടിപ്പാഞ്ഞ് വേറൊരാളും കൂടെ വന്നിട്ട് കേട്ടോ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു പട്ടിക്കുട്ടി നിൽക്കുന്നത്. അവനോട് വല്ലപ്പോഴൊക്കെ വരാറുണ്ട്, പക്ഷെ ഇപ്പോൾ കുറേ നാളായിട്ട് കാണാനൊന്നുമില്ല. ഇപ്പം ഇന്ന് ഫിഷ് വാങ്ങിയതൊക്കെ അറിയട്ടെ എവിടുന്നോ വന്നതാന്ന് തോന്നുന്നു. പക്ഷെ നമ്മുടെ ഭീകരന്മാർ അവന് സൗണ്ടൊക്കെ ഉണ്ടാക്കി പേടിപ്പിക്കുന്നുണ്ട്. പിന്നെ പാവം തോന്നിയിട്ട് ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ട് അതിനും 2 കഷ്ണം ഫിഷിൻ്റെ വേസ്റ്റൊക്കെ കൊടുത്തുട്ടോ. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും നമ്മുടെ മെയിൻ താരം മണീനെ അവിടെ പോയിന്ന്. അവന് 2 ഫിഷ് നേരത്തെ അമ്മ കാണാൻ അടിച്ചു മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് കാരണം കൊണ്ട് ആശാൻ അതൊക്കെ ഇന്നെന്താണെന്നറിയില്ല, സ്വന്തമായിട്ട് തീറ്റയൊക്കെ നിർത്തി അവിടെ മുകളിൽ കയറിയിരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇതിങ്ങനെ കഴിച്ചിട്ട് ഛർദ്ദിക്കുകയാണ്. ഇന്ന് കുട്ടി നന്നായിരിക്കുക തോന്നുന്നു. വേഗം നിർത്തി അവിടെ പോയിരിക്കുന്നുണ്ട്. അവൻ ഈ പട്ടിക്കുട്ടീനൊന്നും മൈൻഡ് ചെയ്യാനും കൂടി ഇല്ല. പക്ഷേ ഈ വെള്ളയില്ലേ, അവൻ കുറച്ചും കൂടെ അലമ്പാണ്. അവനിങ്ങനെ ആ ഡോഗിനെ ഓടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സൗണ്ടൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ പൂച്ചക്കുട്ടന്മാരെ പേടിയുണ്ടെന്നുണ്ടെങ്കിലും ഇവൻ അമ്മ കൊടുക്കുന്ന മീൻ ഫുള്ള് കഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് 2 ആൾക്കാർ കണ്ടില്ലേ, മണിയില്ലാത്ത ഗ്യാപ്പിൽ നല്ല കെറ്റലാണ്. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഫിഷൊക്കെ ഫ്രൈ ചെയ്തു. പിന്നെ അമ്മ നല്ല ഫിഷ് കറിയൊക്കെ ഉണ്ടാക്കി. കാണുമ്പോൾ അറിയുമ്പോൾ തന്നെ എനിക്ക് വായിൽ വെള്ളം വരുന്നു. നല്ല ടേസ്റ്റുള്ള കറിയായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് മാങ്ങക്കറിയൊക്കെ ഉണ്ടായിരുന്നു, മാമ്പഴ പുളിശ്ശേരി. അപ്പോൾ അതൊക്കെ കൂട്ടി നമ്മളിന്ന് നൈറ്റ് ഫുഡ് കഴിക്കാൻ പോവാണ്. ഇതിൽ പിന്നെ ഇരിക്കുന്നത് കോളിഫ്ലവർ ഫ്രൈ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ.